ശരത് സർ? ഞാൻ എന്താ പറയേണ്ടത് സോമ? സോമൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടില്ല. പഠിക്കാത്ത ഒരാളുടെ അടുത്ത് എന്താ ഞാൻ പറയണ്ടേ? മോനാ എന്താ പറയണ്ടേ? നാട്ടരാഗത്തിൻ്റെ എന്താണ് അതിൻ്റെ ജീവസ്വരം, എന്താണ് അതിൻ്റെ മുഖ്യമായിട്ടുള്ള പിടി, ഇതൊന്നും അറിഞ്ഞുകൂടാണ്ട്. അപ്പോൾ അത് കാര്യം ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറയുമ്പോൾ അതൊരു സീരിയസ് സംഭവമാണ്. നമ്മൾ ലൈറ്റ് മ്യൂസിക് പാടുന്നതുകൊണ്ടല്ല. ഇപ്പോൾ സോമദാസ് നല്ല ഏത് പാട്ടും ജീവൻ കളഞ്ഞ് എന്താ ഒരു ഹാർട്ടിൽ നിന്ന് പാടുന്ന ഒരാളാണ്. ഇപ്പോൾ സോമദാസ് ക്ലാസിക്കൽ മ്യൂസിക് കൂടെ പഠിച്ച് നന്നായിട്ട് പാടാൻ കഴിഞ്ഞാൽ സ്വർണത്തിന് മണം വയ്ക്കുന്ന പോലാണ് സോമ. പഠിക്കാണ്ട് പാടാൻ പറ്റത്തില്ല ക്ലാസിക്കൽ മ്യൂസിക്, കഷ്ടമാണ്. പിന്നെ സോമൻ കുറേ കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ഇപ്പം ഇത്രയും കുഴപ്പമില്ലാണ്ട് പാടായിരുന്നു. ഒരു എന്താ പറയണ്ട, ഒരു ലൈറ്റായിട്ടുള്ള സിനിമാ പാട്ട് കേട്ട ഒരു വികാരമോ തോന്നിയുള്ളൂ എനിക്ക് സത്യത്തിൽ ക്ലാസിക്കൽ മ്യൂസിക് പേടിയാണ്. ഞാൻ കച്ചേരി പാടുന്നുണ്ട്, എനിക്ക് പേടിയാണ് ഇപ്പോഴും. കാരണം അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള രൂപം എനിക്ക് എവിടോ അതിൻ്റെ ഒരു തള്ളവിരലായിരിക്കും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഉദ്ദേശിക്കാൻ പറ്റുന്നുണ്ട് എന്തായിരിക്കും ഈ സംഭവം. അതുകൊണ്ട് പേടിയാണ് മോനെ. ഈ ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു തമാശക്കളിയല്ല കേട്ടോ. അതുകൊണ്ട് മോൻ ഞാനതൊരു വലിച്ച് ഇത് പറയേണ്ട കാര്യമില്ല. സോമൻ പഠിച്ചാൽ മാത്രമേ അത് പാടാൻ പറ്റൂ കേട്ടോ സോമ. കുറേയും കൂടെ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. താങ്ക് യു ജഡ്ജസ്. സോമു തീർച്ചയായിട്ടും അവർ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു. സോമുന് അത് ശരിക്കും പാടാൻ പറ്റിയില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? 2-3-4 സ്റ്റേജായി ഇവർ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കണം എന്ന് പറഞ്ഞു. പഠിച്ചു തുടങ്ങിയോ സോമു? ഞാൻ പഠിച്ചാൽ തുടങ്ങിയായിരുന്നു. നിർത്തിയോ? പിന്നെ ഇല്ല, പഠിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ചില ക്ലാസ്സുകളിൽ പോകാൻ പറ്റാതായി. അപ്പൊ ബിക്കോസ് അവർ ഐ തിങ്ക് വളരെ സ്ട്രെസ് ചെയ്ത് എല്ലാ പ്രാവശ്യവും സോമുൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഐഡിയ സ്റ്റാർ സിംഗർ 2008 ഒരൊറ്റ ടൈപ്പ് ഓഫ് സിംഗിങ് അല്ല നമ്മൾ നോക്കണം അല്ലേ. ക്ലാസിക്കലും നന്നായി പാടണം, സോമു പാടുന്ന പോലെ ഫീലുള്ള പാട്ടിലും നന്നായിട്ട് പാടണം, റേഞ്ച് നന്നായിട്ട് വേണം, ശ്രുതി നന്നായി ചെയ്യണം, ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സോമു അത് ഫിറ്റ് ആവോ എന്നൊരു ഡൗട്ട് നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ വരും അല്ലേ. ബിക്കോസ് ഈ ക്ലാസിക്കൽ സോമുന് എഫർട്ട് എടുത്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. 5-6 മാസമായി ഇവർ പറയണു അല്ലേ. പക്ഷെ ഞാൻ മാക്സിമം ഞാൻ കുറെ മറന്നുപോയി. മറക്കും, ഇറ്റ് ഹാപ്പൻസ്. പിന്നെ വേറൊരു കാര്യം പഠിച്ചു വെച്ചിരുന്നത് തന്നെ കയ്യിൽ നിന്ന് പോയി. Yeah, it's okay, Somu. It happens. മറ്റൊരു കാര്യം കൂടെ സോമു, വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് സോമുവിന്റെ കേസിൽ. സോമു ഈ സ്റ്റേജിൽ എത്താൻ കാരണം ഒരു കാരണമേ ഉള്ളൂ. ഓക്കെ, അത് അവരല്ല, അവരാണ്. ഓക്കെ, അപ്പൊ അവര് വീട്ടിലിരിക്കുന്നവര് മണ്ടന്മാരല്ല, അത് മനസ്സിലാക്കണം. ഓക്കെ, SMS ആണ് സോമുവിനെ എല്ലാ സ്റ്റേജിലും കേട്ടുകൊണ്ട് പോണേ. എന്നാൽ പോലും ഈ കോമ്പറ്റീഷൻ ജയിക്കേണ്ടത് ഏറ്റവും മികച്ച ഗായകൻ, ഏറ്റവും മികച്ച ഗായിക തന്നെയാണ് അല്ലെ. അപ്പൊ ആ ഒരു ഡൗട്ട് ഇപ്പം മനസ്സിലിട്ട് കഴിഞ്ഞില്ലേ? കുഴപ്പമില്ലാത്ത മാർക്കുകളും കിട്ടിയിട്ടുണ്ട് എനിക്ക്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മാർക്ക് കിട്ടും. ചില സ്റ്റേജുകളിൽ എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടാതെ എനിക്ക് അറിയാൻ പറ്റാത്ത സംഭവങ്ങൾ എനിക്ക് പാടാൻ പറ്റാതായിട്ടുള്ളത്. പിന്നെ എല്ലാവരും എന്തായാലും മാക്സിമം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്നും എന്നെ ഇവർ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എനിക്ക് പാടാൻ പറ്റാത്തത് ഞാൻ ഇനി അങ്ങനെ ലൈറ്റ് ആക്കിയിട്ട്. എന്റെ ചോദ്യം, സോമു ഇവരുടെ സപ്പോർട്ട് ഇത്രയും ഉള്ളത് കൊണ്ട് ഇത് ലൈറ്റ് ആയിട്ട് എടുത്തോ? അയ്യോ ഇല്ല, ഒരിക്കലും ഇല്ല. ആ ഒരു ചോദ്യം നമുക്ക് ക്ലിയർ ചെയ്യണമല്ലോ. ഇല്ല ഇല്ല, അതൊരിക്കലും ഇല്ല. എന്തായാലും സോമു ഇങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾക്കൊക്കെ വളരെ ദുഃഖമുണ്ട്. പക്ഷേ ജഡ്ജസിന് ഇതിന്റെ അനുസരിച്ച് മാർക്സേ തരാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കി ഞാനെന്താ പറയാ, ഭയങ്കര ഒരു സിറ്റുവേഷനാണ്. സോമുവിനെയും എല്ലാ കണ്ടസ്റ്റൻസിനെയും ഞങ്ങൾക്ക് ഒരുപോലെ ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ഏറ്റവും നല്ല ഗായകൻ, ഗായിക തന്നെ ഈ ഷോ ജയിക്കണമെന്നാണ്. അപ്പൊ എല്ലാവരും ഫൈനൽ സ്റ്റേജിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ നമുക്ക് ജഡ്ജസിന്റെ മാർക്സും പ്രേക്ഷകരുടെ SMS ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. നോക്കാം, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഓഫ് 25. ശങ്കരേട്ട വളരെ ഡിസപ്പോയിന്റ് ആയിപ്പോയി. ഒന്നും പാടിയിട്ടില്ല, നാട്ടരാഗത്തിൽ ഒന്നും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ യഥാർത്ഥ മൂന്നാമതൊരാളെന്ന നിലയ്ക്ക് ഇവിടെ വന്ന് ഇരിക്കുന്ന ഒരു ജഡ്ജായിട്ട് തന്നെ കാണണ്ട, ഒരു ക്ലാസിക്കൽ നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല, കേൾക്കാനും സാധിച്ചില്ല. 3 മാർക്ക് എനിക്ക് കൊടുക്കാൻ സാധിച്ചുള്ളൂ. താങ്ക് യു സാർ. ദീദി, I want to show my personal gratitude to the supporting artists. எனக்கு நீங்க வந்து such senior artists
to support somebody who has never known anything like a Paattu Kacheri. Thank you so much. Ninga romba sincere panninel, and the sincerity da veno for every musician. You must put your hand on your heart and ask, am I doing justice? That was wonderful. Thank you so much, Pa. Somdas, ungalku 15. വേണുചേട്ടാ? സോമ, ഞങ്ങൾ മാർക്ക് തരുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഇതിനു മുമ്പ് മാർക്കിട്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലൂടെ പാസ് ചെയ്യും. വിവേകിന് 2 പ്രാവശ്യം കൊടുത്ത മാർക്ക്, അതുപോലെ ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഞങ്ങൾ 90-ലേറെ കൊടുത്ത മാർക്കുകളുണ്ട്. ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് പക്ഷേ സെലിബ്രിറ്റി ജഡ്ജിന് അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടാണ്, അത് അദ്ദേഹത്തിൻ്റെ വ്യൂ ആണ്. അദ്ദേഹം വളരെ ജസ്റ്റിഫൈഡ് ആണ് അക്കാര്യത്തിൽ. പക്ഷെ ഞങ്ങൾ മാർക്കിടുമ്പോൾ ഞങ്ങൾ ഇതുവരെ ഇട്ട് പോകുന്ന ഒരു കീഴ്വഴക്കം കൂടി നോക്കിയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ സോമുന് 15. 15. And Sharat sir? എൻ്റെ സോമ, ഞാൻ ഒരു കാര്യം തുറന്നു പറയട്ടെ. സോമ ഒരു കാര്യം, ഇതൊരു മ്യൂസിക് കോമ്പറ്റീഷനാണ്. അതിൻ്റെ ഒരു സീരിയസ് കാര്യം, ഇത് 1 കോടിയോ 2 ലക്ഷമോ എന്നുള്ളതല്ല പ്രോബ്ലം. അത് മോനെ, ഇതൊരു കോമ്പറ്റീഷൻ വിൻ ചെയ്യണം, അല്ലെ ചുമ്മാ ടൈം പാസിന് എനിക്ക് കുറേ സമയമുണ്ട്, നമുക്കെന്നാൽ കുറച്ച് പാട്ട് പാടിക്കളയാന്ന് വിചാരിച്ചോ സോമൻ? ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കി ആദ്യം മുതൽ പഠിക്കാമായിരുന്നല്ലോ. അറ്റ്ലീസ്റ്റ് 2 മാസം പഠിച്ചിരുന്നെങ്കിലും സോമു ഇതിനേക്കാളും ബെറ്ററായിട്ട് പാടായിരുന്നു. കാരണം സോമുൻ്റെ ഉള്ളിലൊരു നല്ല ഗായകനുണ്ട്. അതിനൊന്ന് പൊടിച്ചട്ടി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ല. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് സോമൻ ഈ ഒരു റൗണ്ട് ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് പഠിക്കുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും അല്ലാതെ കുറച്ച് പഠിച്ചാൽ ഇങ്ങനെ വരത്തില്ല സോമ. സത്യത്തിൽ ഞാൻ ഇപ്പോഴും പറയാണ്, സോമനെ ഉഴപ്പിയത് തന്നെ. ഇല്ല, ഒന്നും എൻ്റെ അടുത്ത് ഒരു എക്സ്ക്യൂസ് സോമൻ പറയണ്ട. കാര്യം എനിക്കറിയാം സോമ, ഇതിങ്ങനെ ആരെങ്കിലും പാടുമോ സോമ? സംഗീതത്തിൻ്റെ കാര്യത്തിൽ ആരെയും അങ്ങനെ പറ്റിക്കാൻ പറ്റത്തില്ല. അതാദ്യം മനസ്സിലാക്കണം. ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മേളുണ്ട് സോമ. സോമൻ്റെ ആണ് ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ പാടേണ്ടി വന്ന സോമൻ പഠിച്ചിരുന്നെങ്കിൽ എന്ത് നന്നാകുമായിരുന്നു. കാര്യം സോമൻ്റെ ഉള്ളിലൊരു നല്ല പാട്ടുകാരനുണ്ട് സോമ. വേറൊരാൾ വന്നിരുന്നാൽ ഞാനിത് പറയത്തില്ല. ഇത്രയും സോമനെ കൊണ്ട് വൃത്തിയായിട്ട് പാടാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു കഴിവുള്ള ആൾ ഇങ്ങനെ ഉഴപ്പുമ്പോഴേ എനിക്കത് കഷ്ടപ്പാടായിട്ട് തോന്നിയത് കേട്ടോ. അല്ല, സോമനെ വിഷമിപ്പിക്കാൻ ഞാൻ പറഞ്ഞതല്ല. സോമൻ ഗുണം പിടിക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ട് എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. പഠിക്കുക, നന്നായിട്ട് പഠിക്കുക സോമൻ. സോമൻ ഒരു നല്ല ഭാവി ഉണ്ടാവട്ടെ സോമന്. 16 months. Someone total marks 15, 15, 16 and 349. 49 മാർക്സ് ആണ്. At the end of the day, ഈ ഒരു കോമ്പറ്റീഷനിൽ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, ലെറ്റ് മ്യൂസിക് ബി ദ വിന്നർ. സംഗീതം തന്നെ വിജയിക്കണം. പ്ലീസ് മേക്ക് ഷുവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനെ തന്നെ നിങ്ങൾ വോട്ട് ചെയ്യാം. പക്ഷെ ദി അൾട്ടിമേറ്റ് കോസ് ഈസ് മ്യൂസിക്. ഇനി നിങ്ങളുടെ SMS എനിക്ക് വളരെയധികം അത്യാവശ്യമാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി SMS ചെയ്യുക. എനിക്ക് SMS ചെയ്യേണ്ട എൻ്റെ ഫോർമാറ്റ് ISS_SOMU. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കാണാം നാളെ രാത്രി 8:30. Till then, goodbye. മംഗല്യരാഗം ഈ മുളങ്കൂട്ടിലെ കിളിപ്പെണ്ണിനു കല്യാണരാവ്. അമ്പലക്കര തെച്ചിക്കാവില് പൂരം, അവിടെ 59 കൊമ്പന്മാരുടെ പൂരം. സഖാക്കളെ സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. നാടോടി തെയ്യം പാടി കച്ചേരിക്കൊപ്പം ഞാനും വന്നോട്ടെ, കൈത്താളം തന്നോട്ടെ. തകതൈതാരോ തകതിത്തിത്തൈതാരോ പുതുശീലു വന്നെൻ നെഞ്ചിൽ പാത്തു നിൽപ്പുണ്ടേ.